رمضان 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 السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, പുണ്യമേറിയ റമളാനിൻ്റെ കാരുണ്യത്തിൻ്റെ ദിനരാത്രങ്ങളെന്ന് പരിചയപ്പെടുത്തിയ അനുഗ്രഹീത സമയങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അള്ളാഹുവിൻ്റെ കരുണ പെയ്തിറങ്ങുന്ന ദിവസങ്ങളാണ്. അള്ളാഹു കാരുണ്യവാനാണ്. വിശുദ്ധ ഖുർആനിലെ ആദ്യ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിലെ തുടക്കത്തിൽ തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നത് അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. അവൻ്റെ കരുണാ കടാക്ഷം വർഷിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റമളാനിലെ കാരുണ്യമെന്ന് പറയുന്നത്. അള്ളാഹു സത്യവിശ്വാസികളിലേക്കും സത്യനിഷേധികളിലേക്കും നന്മയുടെ ആളുകളിലേക്കും തിന്മ ചെയ്ത് ജീവിക്കുന്നവരിലേക്കും കരുണ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം നമുക്ക് പഠിക്കാം. മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അളവിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരികയാണ്. ഒരിക്കൽ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു നദിക്കരയിലൂടെ നടന്നു പോവുകയാണ്. ഒരു കരിന്തേള് നദിയിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് അടുക്കുന്നുണ്ട്. ദുന്നൂനിൽ മിസ്രി ചിന്തിക്കുന്നു, ഈ തേളിന് വെള്ളത്തിലൂടെ സമുദ്രത്തിലൂടെ സൗകര്യപ്രദമാം സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ, പിന്നെ എന്തിനാണത് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത്? അപ്പോൾ അത്ഭുതകരമായി ഒരു തവള കരയിലേക്ക് കയറി വരികയാണ്. തവളയെക്കുറിച്ച് ചിന്തിച്ചു, അതിന് വെള്ളത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന ജീവിയാണല്ലോ. തവളയുടെ പുറത്ത് തേള് കയറിയിരുന്നു. തേളിനെ തവള പുറത്തിരുത്തി ആ നദിയിലൂടെ അക്കരയിലേക്ക് നീന്തി മുന്നോട്ട് പോയി. അക്കരയിൽ ചെന്നു. ദുന്നൂനിൽ മിസ്രി അത്ഭുതത്തോടെ ഈ കാഴ്ച കാണാൻ കൂടെ അനുഗമിച്ചു. അക്കരയിൽ ചെന്നു. തേളിനെ തവള ഇറക്കിക്കൊടുത്തു. തേള് വീണ്ടും അക്കരയിൽ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോയി. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ആ മനുഷ്യനെ കൊത്തിവലിക്കാൻ വിഷലിപ്തമായ ഒരു സർപ്പം പത്തി വിടർത്തി നിൽക്കുകയാണ്. തേള് അതിവേഗതയിൽ ചെന്ന് ആ സർപ്പത്തെ കുത്തി അതിലുള്ള വിഷം വലിച്ചെടുക്കുന്നു. വീണ്ടും ആ സർപ്പത്തെ കുത്തി അതിനെ കൊലപ്പെടുത്തുന്നു. സർപ്പം കൊല ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പ് വന്നപ്പോൾ തേള് തിരിച്ച് ഇഴയുകയാണ്. തവള കാത്തു നിൽക്കുന്നു. തവളയുടെ പുറത്ത് കയറി തവള ഇക്കരയിൽ തന്നെ കൊണ്ടുവന്ന് ഇറക്കിക്കൊടുത്തു. ദുന്നൂനിൽ മിസ്രി അത്ഭുതത്തോടെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കാരുണ്യവാനായ അല്ലാഹുവേ, നിന്റെ കരുണയുടെ അളവ് എത്രമാത്രമാണ്. ഇക്കരയിൽ ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ ജീവൻ അപകടപ്പെടുത്താൻ ഒരു വിഷലിപ്തമായ സർപ്പം കാത്തു നിൽക്കുമ്പോൾ ആ സർപ്പത്തിൽ നിന്ന് ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അവനിലേക്ക് കരുണയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കാൻ വേണ്ടി നീ അക്കരയിൽ നിന്നൊരു തേളിനെ കൊണ്ടുവന്നില്ലേ? അത്ഭുതമാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണർത്തി ദുന്നൂനിൽ മിസ്രി. ആ മനുഷ്യൻ ഉണർന്നപ്പോഴാണ് ദുന്നൂനിൽ മിസ്രിക്ക് ബോധ്യപ്പെട്ടത്, അദ്ദേഹം കള്ള് കുടിച്ച് ബോധമില്ലാതെ ലക്കുകെട്ട് മതോന്മത്തനായി പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഒരു ചിന്തയുമില്ലാതെ കിടന്നുറങ്ങുന്നത്. ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, നീ കള്ള് കുടിച്ചിട്ടാണ് കിടക്കുന്നത് എങ്കിലും നിന്നിലേക്ക് കരുണയുടെ കവാടം അള്ളാഹു കൊട്ടിയടച്ചിട്ടില്ല. നിന്റെ ജീവൻ അപകടപ്പെടുത്താൻ വിഷലിപ്തമായ ഒരു സർപ്പം കാത്തു നിൽക്കുമ്പോൾ ആ സർപ്പത്തിൽ നിന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു തേളിനെ കൊണ്ടുവന്നടാ. നീ ആലോചിക്കണം. ആ തേളിന് സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു തവളയെ സംവിധാനിച്ച് അതിൻ്റെ പുറത്തിരുത്തി ഇക്കരയിൽ കൊണ്ടുവന്ന് തേളിലൂടെ നിന്റെ ജീവൻ സംരക്ഷിക്കാൻ ആ സർപ്പത്തെ കൊലപ്പെടുത്തി. എത്രമേൽ വലിയ കാരുണ്യമാണ് അള്ളാഹു നിന്നിലേക്ക് ചൊരിഞ്ഞത്. ഇത് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ മനുഷ്യൻ കരയുകയാണ്, അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ച് എനിക്ക് ബോധ്യമായല്ലോ, ഇനി ഒരിക്കലും ഞാൻ തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ കാരുണ്യവാനാണ്, റഹ്മാനാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, നമ്മൾ എത്ര വലിയ പാപങ്ങളിലൂടെ സഞ്ചരിച്ചാലും ആ പാപങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി കേറിച്ചു മടങ്ങി പശ്ചാത്തപിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ സ്വീകരിക്കും. അള്ളാഹു അവനിലേക്ക് കരുണ ചൊരിഞ്ഞു കൊടുക്കും. ഈ പരിശുദ്ധ റമളാനിൻ്റെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന മാസം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, ഈ മാസത്തിൻ്റെ പവിത്രത ആരെങ്കിലും ഉൾക്കൊണ്ട് ഈ മാസത്തെ ആദരിച്ചാൽ തന്നെ അവൻ ഈമാനിക വെളിച്ചം നൽകി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിക്കുമെന്നുള്ളതാണ്. അത്രമേൽ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ബാബ, സ്വർഗത്തിലൊരു കവാടമുണ്ട്, യുഖാലു ലഹ അർ-റയ്യാൻ, ആ കവാടത്തിൻ്റെ പേര് റയ്യാൻ എന്ന, ബാബുർ റയ്യാൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു,
ആ കവാടത്തിൻ്റെ അരികിൽ നിന്ന് അതിൻ്റെ കാവൽ ഭടന്മാരായ മലക്കുകൾ ഇങ്ങനെ വിളിച്ച് പറയും, അയിന സായിമൂൻ, എവിടെയാ നോമ്പുകാർ? നോമ്പുകാർക്ക് കടന്നു പോകാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു കവാടം, നോമ്പുകാർ അതിലൂടെ കടന്നു പോയാൽ ആ കവാടം അടക്കുകയും ചെയ്യും. അത്രമേൽ അള്ളാഹുവിൻ്റെ കരുണയാണ് റമദാനിൽ പെയ്തിറങ്ങുന്നത്. റമദാൻ പ്രത്യേകമായി സ്വർഗ കവാടങ്ങൾ തുറന്നു വെച്ച് സ്വർഗത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന മാസം. ആ മാസത്തിൽ അള്ളാഹുവിനെ കുറിച്ചറിയാനും അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ചറിയാനും നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലേക്കും അള്ളാഹുവിൻ്റെ കരുണയുടെ അളവ് വർഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനും റമദാൻ ഏറെ പ്രചോദിതമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റമദാനിൻ്റെ ഈ മഹത്വം തിരിച്ചറിയാനും അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ച് ബോധ്യപ്പെടാനും ഇങ്ങനെയുള്ള വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ അള്ളാഹു കാരണമാക്കി തരട്ടെ. അള്ളാഹുവെ, റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമേ റബ്ബേ. എതിരായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തി പരാജയപ്പെടുത്തരുത് റഹ്മാനെ. ഈ വിജ്ഞാനത്തിൻ്റെ കൂട്ടായ്മയിൽ റമദാനിൽ അള്ളാഹുവെ, വിവിധ ദേശങ്ങളിലുള്ള ഞങ്ങൾ ഇതിൽ ഒരുമിച്ച് കൂടിയത് നിന്റെ പൊരുത്തത്തിലാക്കി തരണമേ റബ്ബേ, നിന്റെ തൃപ്തിയിലാക്കി തരണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.